ഞാൻ ദീപയുടെ ഹസ്ബൻഡ്. എവിടെ സ്ഥലം? ഞാൻ ഇവിടെ പിന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. ഇന്നലെ ദീപയായിരുന്നു. സാർ ഇതിന്റെ കൂടെ വന്നതാണത്?
ഇനി വന്നേ. പമ്പയിൽ നിന്ന് ഇരുമുടിക്കെട്ട് നിറച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തി. 18-ാം പടി ചവിട്ടി രാവിലെ കൃത്യം 11:50 തന്നെ നിശ്ചയിച്ച സമയത്ത് തന്നെയാണ് 11:50 മേലെ തിരുമുറ്റത്തെത്തിയ രാഷ്ട്രപതി അല്പസമയം മുമ്പാണ് ശബരിമലയിൽ അയ്യപ്പ ദർശനം നടത്തിയത്. ഇനി 1 മണിക്കൂർ സമയം രാഷ്ട്രപതി സന്നിധാനത്ത് ഉണ്ടായിരിക്കും. രാഷ്ട്രപതിയെയും കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ ഹെലികോപ്റ്റർ കാലാവസ്ഥാ പ്രശ്നം കാരണം നിലയ്ക്കലിൽ ഇറങ്ങിയില്ല. പകരം പ്രമാടത്തെ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇറങ്ങിയത്. 9:05-നാണ് പ്രമാടത്ത് നിന്ന് റോഡ് മാർഗം പമ്പയിലേക്ക് തിരിച്ചത്. 11:30 പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് രാഷ്ട്രപതിയും ഒപ്പമുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും സന്നിധാനത്തേക്ക് പ്രത്യേക വാഹനത്തിൽ യാത്ര തിരിച്ചു. മന്ത്രി VN വാസവനും രാഷ്ട്രപതിയോടൊപ്പം സന്നിധാനത്ത് എത്തിയിരുന്നു. നേരത്തെ നിലയ്ക്കലിൽ ഇറങ്ങി പമ്പയിലേക്ക് പുറപ്പെടാനായിരുന്നു പദ്ധതിയെങ്കിൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ കൂടുതൽ ദൂരം റോഡ് മാർഗം സഞ്ചരിക്കേണ്ടി വന്നു. രാഷ്ട്രപതിക്ക് ഇപ്പോൾ ശബരിമലയിൽ ശ്രീകോവിലിൽ അയ്യപ്പ ദർശനം നടത്തുകയാണ്. രാഷ്ട്രപതി അല്പസമയം മുമ്പ് അയ്യപ്പ ദർശനം നടത്തി മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് രാഷ്ട്രപതി ഇപ്പോൾ ശ്രീകോവിലിന് വലം വെച്ച് അല്പസമയം കൂടി 1 മണിക്കൂർ സമയം കൂടി രാഷ്ട്രപതി സന്നിധാനത്ത് ചെലവഴിക്കും. വിശ്രമിച്ചതിന് ശേഷമായിരിക്കും മടക്കയാത്ര. VV ഗിരിക്ക് ശേഷം ആദ്യമായാണ് ഇന്ത്യൻ രാഷ്ട്രപതി എത്തുന്നത്. ഇനി 1 മണിക്കൂർ സമയം സന്നിധാനത്തെ ഓഫീസ് കോംപ്ലക്സ് രാഷ്ട്രപതി ഭവൻ രീതിയിലായിരിക്കും. രാഷ്ട്രപതി സന്നിധാനത്ത് പ്രധാന ഓഫീസ് കോംപ്ലക്സിൽ പ്രത്യേകം സജ്ജമാക്കിയ മുറിയിലായിരിക്കും തങ്ങുന്നത്. 2 ദിവസമായി സുരക്ഷാ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് സന്നിധാനവും ഈ ഓഫീസ് കോംപ്ലക്സും. രാഷ്ട്രപതിക്കുള്ള ഉച്ചഭക്ഷണം ഈ കെട്ടിടത്തിൽ തന്നെ ഈയിടെ നവീകരിച്ച അടുക്കളയിൽ തയ്യാറാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതി ഭവൻ ജീവനക്കാരും എത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം സന്നിധാനത്ത് നിന്ന് രാഷ്ട്രപതി മടങ്ങും. ശബരിമലയുടെ വികസനത്തിന് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ വരവ് സഹായകരമാകും എന്ന രീതിയിലുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. ആചാരങ്ങളിലെ വ്യത്യസ്തതയും പരിസ്ഥിതിയോടിണങ്ങിയ തീർത്ഥാടനവും തുടങ്ങിയ പ്രത്യേകതകൾ ശബരിമലയ്ക്ക് ഉള്ളതാണ്. ശബരിമലയുടെ ഈ പ്രാധാന്യത്തിന് കൂടുതൽ പ്രചാരം ലഭിക്കുവാൻ, രാജ്യം മുഴുവൻ പ്രചാരം ലഭിക്കുവാൻ രാഷ്ട്രപതിയുടെ സന്ദർശനം ഉപയോഗപ്പെടുമെന്ന് തന്നെ കരുതാം. വികസനത്തിൻ്റെ പ്രധാന പ്രതിസന്ധി കേന്ദ്രത്തിൻ്റെ ഒരു പണത്തിൻ്റെ കുറവ് കൂടി ഇക്കാര്യത്തിലുണ്ട്. പ്രാധാന്യം കണക്കിലെടുത്ത് വികസന പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുവാനും പ്രയോജനപ്പെടും എന്ന് തന്നെ കരുതാം. റോപ്പ് വേ പോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി നടക്കേണ്ടതുണ്ട്. കേരള ഗവർണറായിരിക്കെ 1962 ശബരിമലയിൽ ദർശനം നടത്തിയ VV ഗിരി രാഷ്ട്രപതിയായിരിക്കെ 1973 ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം ആദ്യമായാണ് ഇന്ത്യൻ രാഷ്ട്രപതി ശബരിമലയിൽ അയ്യപ്പ ദർശനത്തിന് വേണ്ടി എത്തുന്നത്. കറുപ്പണിഞ്ഞ് ഇരുമുടി കെട്ടുമേന്തി 18-ാം പടി കയറിയാണ് ദ്രൗപദി മുർമു സന്നിധാനത്ത് അയ്യപ്പ ദർശനം നടത്തിയത്. ഒപ്പം സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇരുമുടിക്കെട്ടുമായി
മല കയറി അയ്യപ്പ ദർശനം നടത്തി ശ്രീകോവിലിന് വലം വയ്ക്കുകയാണ് ഇപ്പോൾ രാജ്യത്തിൻ്റെ രാഷ്ട്രപതി. ശശിനാരായണനുണ്ട് സന്നിധാനത്ത്. ശശി, എന്തൊക്കെയാണ് വിവരങ്ങൾ? മഞ്ജുഷ, ഇപ്പോൾ രാഷ്ട്രപതി ശബരിമലയിലെ സന്നിധാനത്ത് ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വലിയ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിശ്ചയിച്ച സമയത്തിലൂടെ തന്നെയാണ് സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തിയത്. അതിനുശേഷം 18ാം പടി കയറി വരുന്ന രാഷ്ട്രപതിക്ക് തന്ത്രി പൂർണ്ണ കുംഭം നൽകി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, മന്ത്രി, ദേവസ്വം മന്ത്രി വാസവൻ അടക്കമുള്ള ആളുകൾ സന്നിധാനത്തുണ്ടായിരുന്നു. ഒപ്പം രാഷ്ട്രപതിയോടൊപ്പമുള്ള ജീവനക്കാരും കെട്ടുനിറച്ചാണ് വന്നിട്ടുള്ളത്. അല്പനേരം, അതായത് ശ്രീകോവിലിന് മുന്നിൽ വന്നതിന് ശേഷം ഇരുമുടിക്കെട്ട് ശ്രീകോവിലേക്ക് സമർപ്പിക്കുകയും ചെയ്തു. തുടർന്ന് അവിടെ നിന്ന് തൊഴുതിന് ശേഷം ശ്രീകോവിലെ ഇരുമുടിക്കെട്ടെല്ലാം പൂജിച്ചതിന് ശേഷമാണ് മേൽശാന്തി രാഷ്ട്രപതിക്കും ഒപ്പം ഉദ്യോഗസ്ഥർക്കും പ്രസാദം നൽകി. അതിനുശേഷം ഒരു 10 മിനിറ്റോളം അവിടെ നിന്ന് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതിന് ശേഷമാണ് ഇപ്പോൾ രാഷ്ട്രപതി ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങിയിരിക്കുന്നത്. എന്തായാലും 1 മണിക്കൂറോളം സന്നിധാനത്തുണ്ടാകും. അവിടെ ആയിരിക്കും ഉച്ചഭക്ഷണം ക്രമീകരിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരിക്കും ഈ ഗൂർഖ വാഹനങ്ങളിൽ തന്നെ, തയ്യാറാക്കിയ വാഹനങ്ങളിൽ തന്നെയാണ് പമ്പയിലെത്തുക. പമ്പയിലെത്തിയതിനു ശേഷം ഒരുപക്ഷെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പ്രമാണത്തിൽ നിന്ന് തന്നെ ആയിരിക്കും ഇപ്പോൾ നമ്മൾ മടങ്ങി യാത്ര ഉള്ളതെന്നാണ് നമുക്കറിയുന്നത്. എന്തായാലും വലിയ ഒരു കാര്യമാണ്. കാരണം ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് മഞ്ജു സൂചിപ്പിച്ച പോലെ രാഷ്ട്രപതി സന്ദർശനം ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അത് കൂടുതൽ വികസന പദ്ധതി നടപ്പിലാക്കാനൊക്കെ ഈ സന്ദർശനം ഗുണകരമാകും എന്നുള്ളതാണ് ഏറെ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം രാഷ്ട്രപതിയെ സംബന്ധിച്ചും ശബരിമല ദർശനം വളരെ ഒരു സന്തോഷത്തിന്റെ കാര്യം കൂടിയാണ്. 2 പ്രാവശ്യം ഇത് ആദ്യ പ്രാവശ്യം ദർശനത്തിലെത്താൻ മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നു. പിന്നീട് ആ ഡേറ്റ് മാറ്റി പിന്നീട് രണ്ടാമതാണ് 22ാം തീയതിയിലേക്ക് വീണ്ടും രാഷ്ട്രപതി എത്തിയിരിക്കുന്നത്. വലിയൊരു അനുഭവമായി എന്നുള്ളത് വേണം നമുക്ക് കരുതാൻ. രാഷ്ട്രപതിക്ക് ദർശനത്തിന് ശേഷം ഇപ്പോൾ ശ്രീകോവിലിനും നാലമ്പലത്തിന് ചുറ്റുമുള്ള തൊഴിലിന് ശേഷം ഗസ്റ്റ് ഹൗസിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും. ശ്രീകോവിലിന്റെ ദർശനം, ശബരിമല അയ്യപ്പനെ കണ്ടെത്തുന്നതിനുള്ള ദർശനം പൂർത്തിയായിരിക്കുന്നു. ഒരു 15 മിനിറ്റോളം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതിന് ശേഷമാണ് രാഷ്ട്രപതി ഇപ്പോൾ മറ്റ് ക്ഷേത്രങ്ങൾ, മാളികപ്പുറം അടക്കമുള്ള ക്ഷേത്രങ്ങളിലേക്ക് ചുറ്റമ്പലമൊക്കെ ദർശന ശേഷമായിരിക്കും ഗസ്റ്റ് ഹൗസിലേക്ക് മടങ്ങുക. എന്തായാലും രാഷ്ട്രപതി 8 സ്ഥലങ്ങളിലേക്ക് മാളികപ്പുറത്തുള്ള ദർശനങ്ങളെല്ലാം ഇപ്പോൾ നടത്തിയതിനു ശേഷം റെസ്റ്റ് ഹൗസിലെത്തും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു അപൂർവ സന്ദർശനം എന്ന് വേണമെങ്കിൽ പറയാം. ദീപികരിക്ക് ശേഷം ഒരു ഇന്ത്യൻ പ്രസിഡന്റ് ആദ്യമായി ശബരിമലയിൽ ഇതാദ്യമായാണ്. പമ്പയിലാണ് കെട്ടുനിറച്ചതിന് ശേഷം വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയാണ് രാഷ്ട്രപതി സന്നിധാനത്ത് നേരത്തെ നിശ്ചയിച്ചതുപോലെ തന്നെ 11:50 തന്നെ സന്നിധാനത്ത് എത്തിച്ചേരാൻ രാഷ്ട്രപതിക്ക് കഴിഞ്ഞു. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ദേവസ്വം ബോർഡും അതുപോലെ തന്നെ സ്പെഷ്യൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാം സന്നിധാനത്ത് ക്രമീകരിച്ചിരുന്നു. അതെല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ദർശനം നടത്തിയിരിക്കുന്നു. കെട്ടുനിറച്ച് ഈ കെട്ട് രാഷ്ട്രപതി കൊണ്ടുപോയി ഇരുമുടിക്കെട്ടും ഉദ്യോഗസ്ഥരുടെ ഇരുമുടിക്കെട്ടുള്ള ശ്രീകോവിൽ പൂജിച്ചതിന് ശേഷം ആ പ്രസാദം നൽകിയതിനു ശേഷം ഒരു 15 മിനിറ്റോളം ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതിന് ശേഷമാണ് രാഷ്ട്രപതി ചുറ്റമ്പല ദർശനങ്ങൾ, അതുപോലെ മാളികപ്പുറമുള്ള ദർശനം പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്തായാലും അല്പസമയത്തിന് റെസ്റ്റ് ഹൗസിൽ വിശ്രമിക്കും. 1 മണിക്കൂറോളം സന്നിധാനത്തുണ്ടാകും. അതിനുശേഷമായിരിക്കും മടക്കയാത്ര ഉണ്ടാകും. ഉച്ചഭക്ഷണത്തിന് ശേഷമായിരിക്കും തിരികെ മടക്കയാത്ര ഉണ്ടായിരിക്കുക. എന്തായാലും ഇപ്പോഴും ദർശനം തുടരുകയാണ്. ശബരിമലയുടെ ദർശനം തുടരുകയാണ്. എന്തായാലും രാഷ്ട്രപതി, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിയത് തന്നെ വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. കാരണം ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങൾ ഇനിയുണ്ട്. അതിനെല്ലാം ഈ രാഷ്ട്രപതി സന്ദർശനം ഒരു ഗുണകരമാകുമെന്നുള്ള വിലയിരുത്തലാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അത്തരത്തിൽ എന്തായാലും ശബരിമല ദർശനം ഇപ്പോഴും തുടരുകയാണ്. ചുറ്റമ്പലം, അതേ മാളികപ്പുറം, മണികണ്ഠൻ ആൾക്കാർ അവിടെയെല്ലാം ദർശനത്തിന് ശേഷമായിരിക്കും വിശ്രമിക്കുക. എന്തായാലും ഇപ്പോൾ രാഷ്ട്രപതി സന്നിധാനത്ത് എത്തിയിരിക്കുന്നു. മഞ്ജുഷേ, രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം തുടരുകയാണ്. ശബരിമലയിൽ പ്രധാന ശ്രീകോവിലിന് മുന്നിൽ അയ്യപ്പനെ തൊഴുതതിനു ശേഷം ഉപപ്രതിഷ്ഠകളിൽ ഇപ്പോൾ തൊഴുതു മടങ്ങുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. മാളികപ്പുറം സന്ദർശനവും അതിനുശേഷമായിരിക്കും വിശ്രമിക്കുന്നതിനു വേണ്ടി ദേവസ്വം കോംപ്ലക്സിലേക്ക് രാഷ്ട്രപതി പോവുക. ചരിത്ര സന്ദർശനം എന്ന് തന്നെ പറയാം. ഇന്ത്യൻ രാഷ്ട്രപതി സന്നിധാനത്തെത്തുന്നു, ശബരിമലയിൽ ദർശനത്തിന് എത്തുന്നു എന്നുള്ള അപൂർവത കൂടി ദ്രൗപദി മുർമുവിൻ്റെ ഈ സന്ദർശനത്തിനുണ്ട്. ശബരിമലയിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു രാഷ്ട്രപതി വരുന്നത് പ്രമാണിച്ച്. ഇപ്പോൾ തുലാമാസ പൂജകൾക്കായി നട തുറന്നിരിക്കുന്ന സമയമാണ്. പമ്പയിലെത്തി അവിടെ നിന്ന് കെട്ടുനിറച്ചാണ് രാഷ്ട്രപതിയും സുരക്ഷാ ഉദ്യോഗസ്ഥരും സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത്. പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്ത് 15 മിനിറ്റ് കൊണ്ട് എത്തുവാൻ കഴിഞ്ഞു. അവിടെ നിന്ന് 18ാം പടി കയറി കൊടിമരച്ചുവട്ടിൽ പൂർണ്ണ കുംഭം നൽകി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. തുടർന്ന് ശ്രീകോവിലിന് മുന്നിലെത്തി അയ്യപ്പനെ തൊഴുത് പ്രസാദം സ്വീകരിച്ച് മറ്റ് ഉപപ്രതിഷ്ഠകൾ തൊഴുത് ഇപ്പോൾ രാഷ്ട്രപതി ഇപ്പോഴും സന്നിധാനത്ത് തന്നെയുണ്ട്. മന്ത്രി VN വാസവനും ഒപ്പമുണ്ട്. രാഷ്ട്രപതിക്കൊപ്പം അദ്ദേഹവും ഉണ്ട്. മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ
കെട്ടുനിറച്ചാണ് സന്നിധാനത്ത് എത്തിയത്. ഇപ്പോഴും സന്ദർശനം തുടരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. രാഷ്ട്രപതി കൃത്യസമയം നേരത്തെ നിശ്ചയിച്ചിരുന്ന അതേ സമയത്ത് തന്നെ രാഷ്ട്രപതിക്ക് സന്നിധാനത്തെത്താൻ കഴിഞ്ഞു. ഇന്ന് കാലാവസ്ഥ തെളിഞ്ഞു നിൽക്കുന്നു. അതിനാൽ തന്നെ സുരക്ഷാ കാര്യങ്ങളിൽ പ്രശ്നമില്ല. നേരത്തെ ഹെലികോപ്റ്ററിൻ്റെ ചക്രങ്ങൾ പുതഞ്ഞത് അല്പനേരം ആശങ്കയുണ്ടാക്കിയിരുന്നു. അതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി കേരളത്തിൽ എന്നുള്ളത് ഗൗരവമായ കാര്യമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ രാഷ്ട്രപതി സന്നിധാനത്ത് ദർശനം നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശശി, ഇപ്പോൾ എങ്ങനെയാണ്, 1 മണിക്കൂർ സമയമാണോ രാഷ്ട്രപതി സന്നിധാനത്ത് തങ്ങുക? പക്ഷേ മടക്കയാത്ര നിലയ്ക്കലിൽ നിന്നുള്ള നേരത്തെ നിശ്ചയിച്ചിരുന്ന യാത്ര എന്ന് പറയുന്നത് 3 മണിയല്ലേ? എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ മടക്കയാത്ര നിശ്ചയിച്ചിരിക്കുന്നത്? മഞ്ജുഷ, തീർച്ചയായിട്ടും നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെയാണ് യാത്ര തുടരുക. എന്തായാലും നിലയ്ക്കലിൽ നിന്ന് ഒരുപക്ഷെ യാത്ര ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. ഉച്ചയ്ക്ക് ശേഷം മഴയുണ്ടായാൽ അത് പ്രമാണത്തിൽ തന്നെ ആയിരിക്കും വീണ്ടും രാഷ്ട്രപതി തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. കാലാവസ്ഥ പ്രതികൂലമായാൽ ഒരുപക്ഷെ നിലയ്ക്കൽ നിന്നുള്ള യാത്ര അത് ഉപേക്ഷിക്കേണ്ടി വരും. നേരെ റോഡ് മാർഗം, പമ്പയിൽ നിന്ന് റോഡ് മാർഗം നേരെ പ്രമാണത്ത് എത്തിച്ചേരും. പിന്നീടായിരിക്കും ഇവിടെ നിന്ന് മടങ്ങുക. എന്തായാലും രാഷ്ട്രപതി ഒരു മണിക്കൂറോളം സന്നിധാനത്ത് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ദേവസ്വം മന്ത്രിയും അതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാർ പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഇപ്പോൾ സന്നിധാനത്തുണ്ട്. ഒപ്പം രാഷ്ട്രപതിയുടെ കൂടെ വന്ന ഉദ്യോഗസ്ഥരടക്കം സന്നിധാനത്ത് ഭക്ഷണം കഴിച്ചതിന് ശേഷം വിശ്രമിച്ചതിന് ശേഷമായിരിക്കും മലയിറങ്ങുക. 1 മണിക്കൂറോളം സന്നിധാനത്ത് ഉണ്ടാകുമെന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. അതിനുശേഷമായിരിക്കും മലയിറങ്ങുക. നേരത്തെ വന്ന ഗൂർഖ വാഹനങ്ങളെ, നമ്മുടെ പ്രത്യേകമായ വാഹനമാണ്, ആ ഗൂർഖ വാഹനങ്ങളെ തന്നെ തിരികെ പമ്പയിൽ ഇറങ്ങിയ ശേഷം റോഡ് മാർഗം നേരെ പ്രമാണത്ത് എത്തിച്ചേരും. പ്രമാണത്ത് നിന്ന് ഹെലികോപ്റ്ററിലാണ് തിരികെ വീണ്ടും തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. ഇന്ന് രാഷ്ട്രപതിയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രമാണത്ത് വന്നിറങ്ങിയ സമയത്ത് ഈ ഹെലികോപ്റ്ററിന്റെ ഈ ചക്രം കോൺക്രീറ്റിൽ പുറഞ്ഞത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. പക്ഷേ ആ കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോൾ DGP അടക്കം നൽകിയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ചയില്ലെന്നാണ് പറയുന്നത്. പക്ഷേ എങ്കിലും ആ രാഷ്ട്രപതി പോലെ ഒരു വ്യക്തി വരുന്ന സമയത്ത് പ്രധാനമായും നമുക്കറിയാം അത്തരം പാലിക്കേണ്ടതായ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി ഉണ്ടാവേണ്ടതാണ്. അത് ചില പാളിച്ചകൾ ഉണ്ടായി എന്നുള്ള ചില ആരോപണങ്ങൾ ഉയർന്നു, വിവാദങ്ങൾ ഉയർന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോൾ DGP നൽകിയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച ഇല്ലെന്നുള്ള കാര്യമാണ് കൃത്യമായി പറയുന്നത്. പക്ഷേ സാങ്കേതികപരമായ ചില കാര്യങ്ങളാണ്. മഴയായതുകൊണ്ടാണ് പെട്ടെന്ന് ഈ നിലയ്ക്കൽ ഇറങ്ങുന്ന കാര്യം ഇങ്ങോട്ട് മാറ്റിയത്, പ്രമാണത്തേക്ക് മാറ്റിയത്. അവിടെ അടിയന്തരമായി ഇന്നലെ രാത്രി കൊണ്ടാണ് കോൺക്രീറ്റും മറ്റു കാര്യങ്ങളും ഹെലിപ്പാഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഉറയ്ക്കാത്തതിന്റെ ഭാഗമായി വന്നത്. അത് രാഷ്ട്രപതി ഇറങ്ങി വാഹനത്തിൽ കയറി പോയതിനു ശേഷമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും ഒപ്പം പോലീസും ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥന്മാരും കൂടിയാണ് ഹെലികോപ്റ്റർ തള്ളി മാറ്റി പൂർവ്വസ്ഥിതിയിലാക്കിയത്. എന്തായാലും അതൊരു വലിയ വീഴ്ചയായിട്ട് കാണുന്നില്ല, അതായത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല എന്നൊരു വിശദീകരണം കൂടി ഇപ്പോൾ DGPയുടെ ഭാഗത്തുനിന്ന് വരുന്നിട്ടുള്ള. എന്തായാലും ഇപ്പോൾ അതേ ഹെലികോപ്റ്ററിൽ തന്നെയാണ് തിരിച്ച് മടങ്ങുന്നത്. ഇപ്പം സന്നിധാനത്ത് രാഷ്ട്രപതി ഇപ്പോൾ ഉണ്ട്. എന്തായാലും അവിടുത്തെ ദർശനമെല്ലാം ഏകദേശം പൂർത്തിയായിരിക്കും. അല്പസമയത്തിനകം തന്നെ ഗസ്റ്റ് ഹൗസിലെത്തും. ഗസ്റ്റ് ഹൗസിലെത്തിയതിനു ശേഷമായിരിക്കും അവിടെ നിന്ന് തിരികെ മടങ്ങുക. വലിയ രീതിയിൽ, അതായത് സുരക്ഷാ ക്രമീകരണം, വലിയ സന്നിധാനവും പമ്പ മുതൽ സന്നിധാനം വരെയുള്ള ഭാഗങ്ങളിൽ വലിയ സുരക്ഷാ ക്രമീകരണമാണ് 2 ദിവസം കൊണ്ടുള്ളത്. ഭക്തർക്ക് ഈ ദർശനത്തിനും ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. ഇന്നലെയും ഇന്നുമായി ഭക്തർക്ക് ഒരു നിയന്ത്രണമുണ്ട്. നിലയ്ക്കൽ മുതൽ നിലയ്ക്കൽ നിന്നാണ് നേരത്തെ ക്രമീകരണം ശബരിമല വരെ ഏർപ്പെടുന്നത്. പക്ഷേ പ്രമാണത്ത് വന്നിറങ്ങിയതോടുകൂടി പ്രമാണം തൊട്ട് പത്തനംതിട്ട ജില്ലയിൽ അടക്കമുള്ള ഭാഗങ്ങളിൽ റോഡിന്റെ 2 വശവും പോലീസിന്റെ വലിയ രീതിയിലുള്ള ഒരു സന്നാഹം ഉണ്ടായിരുന്നു. രാഷ്ട്രപതി കടന്നു പോകുന്ന വഴികൾ വനത്തിൽ കൂടാണ് പോകുന്നത്, നമുക്കറിയാം. അവിടെ എല്ലാം പോലീസുകാരുടെ കൃത്യമായ നിരീക്ഷണമുണ്ട്, സുരക്ഷയുണ്ടായിരുന്നു. അത്തരത്തിലാണ് പമ്പയിലെത്തിയതിനു ശേഷം കെട്ടുനിറച്ച് അവിടെ ഒരു 10-15 മിനിറ്റോളം കെട്ടുനിറയ്ക്കുന്നതിന് വേണ്ടി സമയം ചെലവഴിക്കുന്നു. അവിടുന്ന് കറുപ്പ് ധരിച്ച സാരിയാണ് രാഷ്ട്രപതി മല കയറാൻ വേണ്ടിയുള്ള സാധാരണ അയ്യപ്പന്മാർ ധരിക്കുന്ന കറുപ്പ് വസ്ത്രം തന്നെ സാരി ധരിച്ചാണ് രാഷ്ട്രപതി കെട്ടുനിറച്ച് ഈ പ്രത്യേക വാഹനത്തിൽ, ഗൂർഖ വാഹനത്തിൽ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടുകൂടി നേരെ സന്നിധാനത്തെത്തുന്നു. 11:50 തന്നെ സന്നിധാനത്തെത്തുന്നു. അവിടുന്ന് 18-ാം പടി ചവിട്ടി ശ്രീകോവിലിന് മുന്നിലെത്തിയതിനു ശേഷം ഒരു 15 മിനിറ്റ് ശ്രീകോവിലിന് മുന്നിൽ നിന്ന് തൊഴുതിനു ശേഷമാണ് കെട്ടും. ശ്രീകോവിൽ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രപതിയും കൊണ്ടുവന്ന ഇരുമുടിക്കെട്ട് മേൽശാന്തി ഏൽപ്പിച്ചതിനു ശേഷം ആ പൂജകളെല്ലാം ശേഷം അതിനുശേഷം പ്രസാദം വാങ്ങി അതിനുശേഷം ശബരിമലയുടെ ചുറ്റുമുള്ള ഉപദേവത പ്രതിഷ്ഠകളൊക്കെ കണ്ടു തൊഴുത് മാളികപ്പുറത്തും ദർശനം നടത്തിയ ശേഷം ഗസ്റ്റ് ഹൗസിലേക്ക് ഇപ്പോൾ രാഷ്ട്രപതി മടങ്ങുകയാണ്. അവിടെ ആയിരിക്കും വിശ്രമം. ഒപ്പം ഭക്ഷണം അവിടെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രപതിക്കും ഭക്ഷണം അവിടെയാണുള്ളത്. അതിനുശേഷമായിരിക്കും മല ഇറങ്ങുക. എന്തായാലും രാഷ്ട്രപതിയുടെ സന്ദർശനം വലിയ
രീതിയിൽ തന്നെ ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ ദേവസ്വം ബോർഡ് മന്ത്രി അറിയിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഇനിയുള്ള കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ള അനുകൂലമായ സമീപനം ഈ കാര്യത്തിലൊക്കെ ശബരിമലയ്ക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള പ്രതീക്ഷ കൂടി ദേവസ്വം ബോർഡിനും മന്ത്രിക്കും ദേവസ്വം മന്ത്രി വാസവൻ അടക്കമുള്ള വ്യക്തികൾക്കുണ്ട്. എന്തായാലും സന്നിധാനത്ത് ഇപ്പോഴും രാഷ്ട്രപതി ഉണ്ട്. രാഷ്ട്രപതിയും ഉദ്യോഗസ്ഥരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഒപ്പം ഉണ്ട്. അത് 1 മണിക്കൂറോളം ഉണ്ടാകുന്നുള്ള വിവരമാണ് അറിയുന്നത്. അതിനുശേഷമായിരിക്കും പിന്നീട് മലയിറങ്ങുക. നമുക്കറിയാം ദീപീകരിക്ക് ശേഷം രണ്ടാമതാണ് ഇന്ത്യൻ പ്രസിഡന്റ് ശബരിമലയിൽ എത്തുന്നത് എന്നൊരു വലിയ കാര്യമുണ്ട്. കാരണം ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമായി മാറുന്ന ഒരു വലിയ ശ്രദ്ധാകേന്ദ്രമായി മാറുക കൂടി രാഷ്ട്രപതിയുടെ സന്ദർശകരോടുകൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുകയാണ്. എന്തായാലും ശബരിമലയോട് വലിയൊരു ഭക്തയാണ് രാഷ്ട്രപതി. ആദ്യത്തെ പ്രാവശ്യം തന്നെ കഴിഞ്ഞ 2 മാസം മുമ്പ് തന്നെ വരുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് പിന്നീട് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. പിന്നീടാണ് ഇപ്പോൾ വീണ്ടും 22-ാം തീയതിയിലേക്ക് നിശ്ചയിച്ച തീയതി തന്നെ രാഷ്ട്രപതി എത്തുന്നു. പിന്നീട് തൊഴുതിന് ശേഷം ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ മലയിറങ്ങാൻ സാധ്യതയുണ്ട്. വിശ്രമത്തിന് ഭക്ഷണം കഴിഞ്ഞിട്ടായിരിക്കും തിരിച്ച് ഉൾക്കാവണ്ടിയിൽ തന്നെ സുരക്ഷയോടുകൂടി താഴെ ഇറങ്ങിയതിനു ശേഷം ഹെലികോപ്റ്റർ മാർഗം റോഡ് മാർഗം കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയതിനു ശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. മഞ്ജുഷേ. ശരി, ശശിനാരായണാണ് വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രപതിയുടെ ശബരിമല ദർശനം പൂർത്തിയായിരിക്കുകയാണ്. രാഷ്ട്രപതി ഈ വാഹനത്തിൽ ഗൂർഖ എന്നുള്ള പ്രത്യേക വാഹനത്തിൽ അടിയന്തര സാഹചര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുന്ന ഈ വാഹനത്തിലാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിയത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും പമ്പയിൽ നിന്ന് കെട്ടുനിറച്ച് ഇരുമുടി കെട്ടുമേന്തിയാണ് സന്നിധാനത്തേക്ക് നീങ്ങിയത്. 15 മിനിറ്റ് കൊണ്ട് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്താൻ കഴിഞ്ഞു. ഉടൻ തന്നെ 18-ാം പടി കയറി കൊടിമരച്ചുവട്ടിൽ പൂർണ്ണ കുംഭം നൽകി തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ഇന്ത്യൻ രാഷ്ട്രപതിയെ സ്വീകരിച്ചു. അതിനുശേഷം ശ്രീകോവിലിന് മുന്നിൽ അയ്യപ്പനെ വണങ്ങി മേൽശാന്തിയിൽ നിന്ന് പ്രസാദം സ്വീകരിച്ച് കാണിക്കയിട്ട് മറ്റ് ഉപദേവതകളെ തൊഴുത് മാളികപ്പുറത്തും തൊഴുത് ശബരിമല ദർശനം പൂർത്തിയായിരിക്കുകയാണ്. ഇനി സന്നിധാനത്ത് രാഷ്ട്രപതിയുടെ വിശ്രമമാണ്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും രാഷ്ട്രപതിയുടെ മടക്കയാത്ര. ചരിത്രപരമായ ഒരു സന്ദർശനം കൂടിയാണിത്. രാഷ്ട്രപതി സന്നിധാനത്ത് വരുന്നതോടുകൂടി ശബരിമലയുടെ ഖ്യാതി കൂടുതൽ വർദ്ധിക്കും എന്ന വിലയിരുത്തൽ കൂടി ഉണ്ട്. ഒരു അയ്യപ്പ ഭക്ത കൂടിയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു. നേരത്തെയും സന്നിധാനത്ത് എത്തുവാനും അയ്യപ്പനെ തൊഴാനുമുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയി. ഇത്തവണ തുലാമാസ പൂജകൾക്കായി രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനം ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയ രാഷ്ട്രപതി രാവിലെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഹെലികോപ്റ്ററിൽ പുറപ്പെട്ട് പത്തനംതിട്ടയിലെ പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ നിന്ന് റോഡ് മാർഗം 68 കിലോമീറ്റർ സഞ്ചരിച്ച് പമ്പയിലെത്തി. പമ്പയിൽ പമ്പാ സ്നാനം നടത്തി കെട്ട് നിറച്ച് കറുപ്പണിഞ്ഞ് അവിടെ നിന്ന് ഗൂർഖ എന്നുള്ള ഈ പ്രത്യേക വാഹനത്തിൽ സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പമ്പയിൽ അതീവ സുരക്ഷാ ക്രമീകരണങ്ങളായിരുന്നു രാഷ്ട്രപതിയുടെ സന്ദർശനം പ്രമാണിച്ച്. ഇത്തവണ തുലാമാസ പൂജാ സമയത്ത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ തിരക്ക്, അയ്യപ്പന്മാരുടെ തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അയ്യപ്പന്മാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമൊക്കെ സന്നിധാനത്ത് നല്ല തിരക്കായിരുന്നു. തുലാമാസ പൂജകളുടെ ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്ക് സന്നിധാനത്ത് ഉണ്ടായിരുന്നു. അതുമാത്രമല്ല വിവാദമായ സ്വർണ്ണപ്പാളികൾ അത് തിരികെ കൊണ്ടുവച്ച ഒരു സമയം കൂടിയായിരുന്നു. പ്രത്യേക പൂജകളും ശബരിമല നട തുറന്ന സമയത്ത്, തുലാമാസ പൂജകൾക്ക് തുറന്ന സമയത്ത് ഉണ്ടായിരുന്നു. ഇത്തവണ അയ്യപ്പന്മാരുടെ വരവും കൂടിയിരുന്നു തുലാമാസ പൂജാ സമയത്ത്. ഇനി മണ്ഡല മകരവിളക്ക് കാലം ആരംഭിക്കാൻ ഇരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ സന്ദർശനവും ശബരിമലയിൽ എത്തിയത്. അങ്ങനെ ശബരിമലയുടെ ഖ്യാതി കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നു. 2ാമത്തെ രാഷ്ട്രപതിയാണ് ശബരിമലയിൽ എത്തുന്നത്. നേരത്തെ വി ഗിരി 1973 ശബരിമലയിൽ വന്ന് അയ്യപ്പനെ തൊഴുതിരുന്നു. അതിനുശേഷം ആദ്യമായാണ് ഇന്ത്യൻ രാഷ്ട്രപതി ശബരിമലയിൽ ദർശനത്തിന് വേണ്ടി എത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നു. ശബരിമലയിൽ ശ്രീകോവിലിന് മുന്നിൽ അയ്യനെ വണങ്ങുന്ന ഇന്ത്യൻ രാഷ്ട്രപതി ഇരുമുടിക്കെട്ടുമായി ആണ് രാഷ്ട്രപതി 18-ാം പടി കയറി സന്നിധാനത്ത് എത്തി അയ്യപ്പനെ തൊഴുതത്. കൂടെയുണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇരുമുടിക്കെട്ടുമായി സന്നിധാനത്ത് എത്തി. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം ഉപദേവതകളെയും തൊഴുത് മാളികപ്പുറത്തും രാഷ്ട്രപതി ദർശനം നടത്തുകയുണ്ടായി. ശബരിമലയിൽ ദേവസ്വം കോംപ്ലക്സിലായിരിക്കും രാഷ്ട്രപതിയുടെ വിശ്രമം. ഭക്ഷണവും ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം മലയിറങ്ങും രാഷ്ട്രപതി. ഉച്ചയ്ക്ക് ശേഷം ഇപ്പോഴത്തെ തെളിഞ്ഞ കാലാവസ്ഥയാകുമോ എന്ന കാര്യം സംശയമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പത്തനംതിട്ടയിൽ കനത്ത മഴ പെയ്തിരുന്നു. അതിനാൽ തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ അതിശക്തമാണ്. അതുമാത്രമല്ല രാവിലെ
ഹെലികോപ്റ്റർ ഇറങ്ങിയ സമയത്ത് കോൺക്രീറ്റിൽ ചക്രങ്ങൾ പുതഞ്ഞതും സുരക്ഷാ വീഴ്ചയായി തന്നെ കണക്കാക്കുകയാണ്. ഇതിനുള്ള വിശദീകരണവും സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചിട്ടുണ്ട്. DGP ഇക്കാര്യത്തിൽ വിശദീകരണം നൽകേണ്ടി വരും. സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് പ്രമാടത്ത് രാഷ്ട്രപതിയുടെ ഹെലികോപ്റ്റർ ലാൻഡിംഗ് അവസാന നിമിഷം മാറ്റിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. നേരത്തെ നിലയ്ക്കലിൽ ലാൻഡിംഗ് നടത്തി അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പമ്പയിൽ എത്തുവാനുള്ള ക്രമീകരണമായിരുന്നു ഏർപ്പെടുത്തിയിരുന്നതെങ്കിൽ 51 കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കേണ്ടി വന്നു. പ്രമാടത്ത് ഹെലികോപ്റ്റർ ഇറങ്ങുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയതിനാൽ നിലയ്ക്കലിൽ മൂടൽമഞ്ഞുണ്ടായിരുന്നു, അതിനാൽ തന്നെ മഴയും ഉണ്ടായിരുന്നു. അതിനാലാണ് രാവിലെ നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറങ്ങുന്നത് മാറ്റിവെച്ചത്. അതിനാലാണ് പ്രമാടത്ത് പെട്ടെന്ന് ക്രമീകരിച്ചത്. ഇപ്പോൾ വാവരുസ്വാമി നടയിൽ ദർശനം നടത്തുന്ന ഇന്ത്യൻ രാഷ്ട്രപതിയെയാണ് കാണുന്നത്.